ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു തരാനാണ് കേട്ടോ. അപ്പോൾ ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതൊരളവ് ബ്ലൗസാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇറക്കാണ് എടുക്കുന്നത് കേട്ടോ. ആദ്യം ബ്ലൗസിൻ്റെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഈ കട്ടിങ്ങിൻ്റെ ഇതുവരെയാണ് ഇറക്കെടുക്കുക. അപ്പോൾ ഇത് 11 ആണ്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് തുമ്പൊക്കെ രണ്ട് സൈഡും തുമ്പ് പോകുമ്പോൾ 1 ഇഞ്ച് വേണ്ടേ, അങ്ങനെ 12 ഇഞ്ച് നമ്മൾ അളന്നെടുക്കാം. അപ്പോൾ നമ്മൾ തുണിയിലേക്ക് ഇറക്കം കട്ട് ചെയ്യാൻ പോവുകയാണ്. ആ 12 ഇഞ്ച് എടുത്ത് നമുക്ക് തുണി കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം എടുക്കാം. ഇങ്ങനെ കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എത്ര ഇറക്കമാണോ കഴുത്ത് ഉള്ളത് അതിനനുസരിച്ച് ഇറക്കം എടുക്കുക കേട്ടോ. ഇതിപ്പോൾ 6 ഇഞ്ചാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ 6 ഇഞ്ചിന് കിട്ടി. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് ഇതിൽ തുണിയിൽ അടയാളപ്പെടുത്തും കേട്ടോ. 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുത്തിൻ്റെ വിഡ്ത്ത് നോക്കുക കേട്ടോ. നന്നായി ഒരു ഇതാക്കി വെച്ചിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ വിഡ്ത്ത് ഒരുപാട് കൂടിപ്പോകും കേട്ടോ. ഏകദേശം ഒരു 3.5 ഇഞ്ചിൻ്റെ അടുത്തുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ പകുതിയായിട്ട് ഇവിടെ അടയാളപ്പെടുത്തും കേട്ടോ, മുഴുവനായിട്ടുള്ള. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവെടുക്കാം. ഷോൾഡർ കൈക്കുഴീൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു 2.25 ഇഞ്ച് ഉണ്ട് കേട്ടോ. അത് നമുക്ക് 2.25 ഇഞ്ചാണ് ഷോൾഡർ എടുത്തപ്പോൾ ഉണ്ടായിരുന്നത്. അതിനെക്കൊണ്ട് ഒരു 1/2 ഇഞ്ച് കൂടിയും കൂട്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തണം കേട്ടോ. നമുക്ക് തുമ്പിന് വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ കൂട്ടേണ്ടത്. നമ്മൾ ഏത് അളവെടുക്കുകയാണെങ്കിൽ തുമ്പും കൂടിയും കുറച്ച് കൂട്ടിയിട്ട് വേണം എടുക്കുന്നത്. ഇനി നമ്മൾ കഴുത്തിൻ്റെ ഇവിടെ നമ്മൾ 1.25 എടുത്തത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വരുമ്പോൾ നമ്മൾ ഇതിനെക്കാട്ടിയും കുറച്ച് കൂട്ടിയിട്ട് ഒരു 2.25 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ 1.25 ആണെങ്കിൽ ഒരു 1/2 ഇഞ്ചെങ്കിലും കൂട്ടിയിട്ട് എടുക്കുക. എന്നിട്ട് ക്രോസ് ആയിട്ടാണ് നമ്മളിവിടെ നിന്ന് വരയ്ക്കുന്നത്. കഴുത്ത് റൗണ്ട് വൃത്തിയിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ വരച്ചിട്ട് കഴുത്ത് ഇങ്ങനെ തൈ കൊടുക്കുക. അപ്പം നമുക്ക് റൗണ്ട് ക്ലിയർ ആയിട്ട് വൃത്തിയിൽ കിട്ടും. ഇനി നമുക്ക് കൈക്കുഴിയുടെ അളവെടുക്കാം കേട്ടോ. ഹാം ഹോളിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. ഇതുമാതിരി ഇത് എത്രയാണോ അളവ് അതെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് ഈ 6.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഈ അളവ് വരുമ്പോൾ 6.5 ഇഞ്ചാണ്. അത് നമുക്ക് ഇത് കുളത്തിൽ അടയാളപ്പെടുത്താം കേട്ടോ. 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇതുപോലെ കൈക്കുഴി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഡോട്ട്സിൻ്റെ അളവെടുക്കുക കേട്ടോ, താഴെയുള്ള. അപ്പം നമുക്ക് ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് അളന്ന് നോക്കാം. ഈ ഡോട്ട്സിൻ്റെ സെൻറ്റർ വരുന്നത് ഒരു 2.5 ഇഞ്ചാണ്. അപ്പം നമ്മൾ 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് ഒരു 3.5 ഇഞ്ചായിട്ട് പിന്നെ തുമ്പും ചേർത്തിട്ട് ഒരു 3.25-4 ഇഞ്ചോളം അടയാളപ്പെടുത്തും കേട്ടോ. നമ്മൾ ആ ഡോട്ട്സിൻ്റെ അളവെടുത്തിട്ട് ഒരു 3.25 ഇഞ്ച് വെച്ചിട്ടുണ്ട്. 2.5 ഇഞ്ചാണ് ഡോട്ട്സിൻ്റെ അളവ് വരാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു ഇഞ്ച് വരും. അപ്പോൾ നമുക്ക് ഈ 2.5 ഇഞ്ച് ക്ലിയർ ആവും കേട്ടോ. ഇവിടെ 1 ഇഞ്ച്. അപ്പോൾ എന്നിട്ട് ഇത് സെൻറ്ററായിട്ട് വരും. മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ പിടിക്കുമ്പം ഇതായിരിക്കും സെൻറ്റർ. ഇനി നമ്മൾ ആ ഡോട്ട്സിൻ്റെ ഇതാണ് എടുക്കുന്നത് കേട്ടോ. നീളം എത്ര ഇവിടെ നിന്ന് തൊട്ടിട്ട് ഒരു 3 ഇഞ്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആ 3 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് ഒരു പോയിൻ്റ് ഇടുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രോസ് ആയിട്ട് ത്രികോണം പോലെ ഉണ്ട് വരയ്ക്കാം കേട്ടോ. ആ രീതിയിലാണ് അടിക്കേണ്ടത്. ഇനി നമുക്ക് സൈഡ് ഡോട്ട്സൊക്കെ എല്ലാം എടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു 2 ഇഞ്ച് നീളമുണ്ട് കേട്ടോ. ഈ കഴുത്തിൻ്റെ താഴെ നിന്ന് ഒരു 2 ഇഞ്ചോളം ഇറക്കത്തിലാണ് എടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഓരോ ബ്ലൗസിനും ചിലപ്പം ചെറുതായിട്ടൊക്കെ ഡിഫറൻറ്റ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്ലൗസ് അളവിൻ്റെ അനുസരിച്ച് എടുക്കുക കേട്ടോ. ഇതുമാതിരി അത് ഡോട്ട്സ് അടയാളപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ നീളം അടയാളപ്പെടുത്തുന്നു. ഇതുപോലെ വരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചെറുതായിട്ട് പിടിച്ചാൽ മതി. ഇതുമാതിരി ഇത്ര ഇതിൽ പിടിക്കേണ്ട ആവശ്യമില്ല ഈ ഡോട്ട്സ് ഒന്നും കേട്ടോ. ഇനി അടുത്ത അളവെടുക്കുന്നുണ്ട് നമ്മൾ. റിഗാളിൻ്റെ അവിടുത്തെ ഡോട്ട്സ് ഇതിൻ്റെ ഒരു അളവെടുക്കുന്നുണ്ട്. ഒരു 3 ഇഞ്ചാണ് കേട്ടോ. എന്നിട്ട് അത് നമ്മളിതിൽ അടയാളപ്പെടുത്തുകയാണേ. ഇതുപോലെ നമ്മുടെ ഈ കൈക്കുഴിയുടെ ഏകദേശം ഈ പോയിന്റിൽ നിന്ന് വേണം നമുക്ക് ഇതെടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ സൈഡിലെ ഇറക്കം ഈ കൈക്കുഴീൻ്റെ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് താഴെ ഈ ഇത് വരെ കേട്ടോ. ഈ ഒരു പോയിന്റ് വരെയുള്ള അളവാണ്. അതിന് കുറച്ച് തുമ്പിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി കൂട്ടിയെടുക്കുക കേട്ടോ.
ഒരു 5.5 ഇഞ്ച്. നമുക്കതിൻ്റെ അവിടുത്തെ ഡോട്ട്സിൻ്റെ അളവ് കൂടെ എടുക്കാം. ഒരു 3.5 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. നമുക്കിത് അടയാളപ്പെടുത്താം. സൈഡ് 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് 3 മേലുന്ന കൈക്കുഴീൻ്റെ അവിടെ നിന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ അളവ് ഇറക്കെടുത്തതിൽ ചെറുതായിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടൊരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ആ ഫ്രണ്ടിൻ്റെ ഹുക്കൊക്കെ വയ്ക്കുന്നതിൻ്റെ അവിടുത്തെ ഒരു ഇറക്കം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് കുറച്ച് തുമ്പിടാനുള്ളത് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ. ഇറക്കം എടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് 5.25 ഇഞ്ചായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ താഴെ എടുത്ത അളവ് നമുക്കൊരു കർവ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. അങ്ങനെ ഈ നമുക്ക് കട്ടിങ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു അതിൽ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ബ്ലൗസ് നമ്മളെല്ലാം അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് കട്ട് ചെയ്യാം കേട്ടോ. ബ്ലൗസ് കട്ട് ചെയ്യണം. മാതിരി ഇത് ഫ്രണ്ട് പാർട്ട് മാത്രം കേട്ടോ കട്ട് ചെയ്യുന്നത്. ഈ ബാക്ക് പാർട്ടും കൂടി കട്ട് ചെയ്യാണ്ട് ഫ്രണ്ട് പാർട്ട് ഇതുമാതിരി കട്ട് ചെയ്യാം. നമ്മൾ അടയാളപ്പെടുത്തിയ അളവ് കൂടെ കട്ട് ചെയ്യാം കേട്ടോ. ചെസ്റ്റിൻ്റെ അളവും കൂടി നമുക്ക് എടുക്കാം കേട്ടോ. ചെസ്റ്റിൻ്റെ അളവ് ഈ പോയിൻ്റ് നട്ടെടുക്കുക. ഈ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഈ അടിച്ച ഈ പോയിൻ്റ് വരെ 9 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ആ അളവിൽ എടുക്കാം. ബാക്കി നമുക്ക് തുമ്പായിട്ടിടാം കേട്ടോ. അളവിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു 36 ഇഞ്ച് വണ്ണം വരുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ. ബ്ലൗസിൻ്റെ അളവാണ്. ഇനി നമ്മൾ ബാക്ക് വശത്തെ അളവാണ് എടുക്കുന്നത് കേട്ടോ. ബാക്ക് ഇങ്ങനെ തിരിച്ച് വയ്ക്കുക ബ്ലൗസ്. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് താഴ്ഭാഗം വരെയുള്ള അളവ് എടുക്കുക കേട്ടോ. നമ്മൾ പിന്നെ ഇവിടേക്കുള്ള കുറച്ച് തുമ്പിനുള്ള അളവും കൂടി കുറച്ച് ചേർത്തെടുക്കാം. താഴത്ത് കുറച്ച് മടക്കി അടിക്കാനുള്ള തുമ്പ് വേണം കേട്ടോ. അത് വേറെയാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള അളവ് എടുത്തിട്ടുള്ളൂ. അപ്പം അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇറക്കത്തിൻ്റെ 14 ഇഞ്ച് കേട്ടോ. പിന്നെ താഴെ നമുക്ക് കുറച്ച് മടക്കി അടിക്കാനുള്ളതും തുമ്പ് വിടണം. അപ്പോൾ മടക്കി അടിക്കാൻ വേണ്ടി നമുക്കൊരു ഏകദേശം 2 ഇഞ്ചോളം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എടുത്ത് നമ്മൾ ബാക്കിൻ്റെ കഴുത്തിറക്കാണ് എടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ കഴുത്തിറക്കാം ഇങ്ങനെ വെച്ചിട്ട് കൃത്യ അളവ് കിട്ടുക. ഒന്ന് ഇങ്ങനെ ടാപ്പ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കട്ടെ. അപ്പോൾ എന്നിട്ട് ഇവിടെ ഈ അളവ് എത്ര വരുന്നത് അതാണ് കൃത്യ അളവ് കേട്ടോ. 7.25. അപ്പോൾ നമുക്ക് 7.25 ഇഞ്ച് ഈ തുണിയിൽ മാർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഭാഗം ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ അളവൊക്കെ ക്ലിയർ ആയിട്ട് അറിയാൻ കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്രണ്ടിൻ്റെ ബാക്കത്തെ ഇറക്കൊന്ന് എടുക്കാം. 7.25 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തിട്ട് എന്താ വെച്ചാൽ നമ്മളിവിടെ തുമ്പ് പിടിക്കുന്നതിനനുസരിച്ച് ഇവിടെ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ആ തുമ്പ് കുറച്ച് റെഡിയാവും. നമ്മളവിടെ വരച്ചിട്ടുണ്ട്. ഈ അളവൊക്കെ നമ്മൾ മറ്റേ ഫ്രണ്ട് പാർട്ടിലെടുത്ത ആ അളവിന് എടുക്കാം കേട്ടോ. നമ്മളവിടെ നിന്ന് ക്രോസ് ചെയ്ത് മറ്റേ വരച്ച പോലെ തന്നെ വരയ്ക്കുന്നുണ്ട്. ഇറക്കം മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സെയിം ആണ് ഫ്രണ്ടിലത്തെ. നമുക്ക് റൗണ്ടിനൊക്കെ തന്നെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റിക്കാളിൻ്റെ അവിടെ അതൊക്കെ വരച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടാട്ടോ വരയ്ക്കുന്നത്. ബാക്ക് ഫ്രണ്ട് കുറച്ച് ഇറക്കി കുഴി വെട്ടിയിട്ടും ഇത് കുറച്ച് ഇതായിട്ടു കേട്ടോ. ഞാൻ കാണുന്നില്ലേ ആ അളവിലാണ് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. അല്ല ബാക്ക് കൈക്കുഴി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്ന ബാക്ക് ജസ്റ്റ് ഫ്രണ്ട് ഒന്നിങ്ങനെ വെച്ചു. ഫ്രണ്ട് പാർട്ട് നമ്മൾ വെക്കുന്നത് കൃത്യം ആ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. കൈക്കുഴി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ മൊത്തം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കൈയാണ് കേട്ടോ അളവെടുക്കുന്നത്. കൈയിൻ്റെ ഇറക്കം എത്ര വേണ്ട വെച്ചാൽ എടുക്കുക. ഇത്രത്തോളം എടുക്കുന്നില്ല കേട്ടോ. കൈയിറക്കം തുണി കുറച്ച് കുറവാണ് ഈ തുണി. അപ്പോൾ ഞങ്ങൾക്ക് ഈ തുണിക്ക് പറ്റുന്ന ഇറക്കാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ബ്ലൗസിൻ്റെ അളവ് ഈ ഇതിൻ്റെ പോയിൻറ്റിൻ്റെ ഇവിടെ നിന്ന് നമ്മൾക്ക് എത്ര ഇറക്കാണോ കൈ വേണ്ടത് അത്ര ഇറക്കം എടുക്കുക കേട്ടോ. അപ്പോൾ ഈ തുണിയിൽ ഒരു 11 ഇഞ്ച് ഇറക്കാണ് എടുക്കുന്നത് കേട്ടോ.
നിങ്ങൾക്ക് എത്ര ബ്ലൗസിൻ്റെ ഇറക്കച്ച അതിനനുസരിച്ച് ആ ഇറക്കെടുത്ത് അടയാളപ്പെടുത്തുക കേട്ടോ. 11 ഇഞ്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ 11 ഇഞ്ചായ കാരണം അവിടുത്തെ വണ്ണം ഇതൊക്കെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു തട്ടത്തുള്ള ഒരളവ് നോക്കുക കേട്ടോ, റിഗാളിൻ്റെ ആ ഭാഗത്തേക്കുള്ള ക്രോസ് ആയിട്ട്. നമുക്ക് കൈക്കുഴിയുടെ അവിടെ കട്ട് ചെയ്യാം കേട്ടോ കൈയിൻ്റെ. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ നിന്ന് 3.5 ഇഞ്ച് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യാം, ആ ക്രോസിങ് കിട്ടാനാട്ടോ. കൈക്കുഴി അവിടെ ഇവിടെ അതേപോലെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളവിടെ കൈക്കുഴിയുടെ അവിടെ ഒരളവെടുത്തില്ലേ, അത് ഒരു 8 ഇഞ്ചാണ് കേട്ടോ. ആ അളവാണ് നമ്മളിവിടെ ഈ 3 ഇഞ്ച് ഇറക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. കൈക്കുഴിയുടെ അളവ് അവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇറക്കത്തിൻ്റെ അളവിൻ്റെ അവിടെ 5.5 വണ്ണം എടുത്തു. ഇനി അത് നമുക്ക് ഈ കൈയിൻ്റെ ബോട്ടത്തിൻ്റെ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കട്ടോ, 5.5 ഇഞ്ച്. ഇനി നമ്മളത് ആ ക്രോസ് ചെയ്ത ആ അളവിന്ന് കൈ താഴത്തേക്ക് ബോട്ടത്തിനവിടേക്ക് വരച്ച് കൊടുക്കുന്നു. ഞാൻ ബ്ലൗസിൻ്റെ കൈക്കുഴിയുടെ ഇത് കട്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കൈക്ക് വേണ്ടിയിട്ട് നമ്മളത് കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ കൈ കട്ട് ചെയ്യുന്നത്. നമ്മുടെ ബ്ലൗസിൻ്റെ കൈ കട്ട് ചെയ്ത് ഇനി നമ്മൾ കൈ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ആ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന പോർഷൻ നമുക്ക് ചെറുതായിട്ട് ഒന്നും കൂടി കുഴിച്ച് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ബാക്ക് ഭാഗത്ത് വരുന്ന ഭാഗത്തിനെക്കാട്ടിയും കുറച്ചും കൂടി ഒന്ന് കുഴിച്ച് ക്ലിയർ ആയിട്ട് വെട്ടുമ്പോൾ ആ ഹാം ഹോളിലുള്ള ചുളിവൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതുമാതിരി കട്ട് എടുക്കാൻ പോകുന്നു കേട്ടോ. താഴെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിലുള്ള കട്ടിങ് അളവ്, ഇവിടുത്തെ അളവെടുക്കുക. അവിടെ എത്ര 3 ഇഞ്ച്, ഇവിടെ 2.25. ഇനി സെൻറ്ററത്തെ അളവും കൂടി എടുക്കാം കേട്ടോ. സെൻറ്റർ 2.5. ഇപ്പം നമുക്കിവിടെ 3, 2.5, 2.25 ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഇറക്ക അളവ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി തുമ്പ് ഇട്ടിട്ട് വേണം നമ്മൾ കുറച്ചും കൂടി കൂട്ടിയിട്ട് അളവെടുക്കണം കേട്ടോ. ഇത് നമുക്ക് അളവെടുത്ത് കട്ട് ചെയ്യാം. അവിടെ 3 ഇഞ്ചിൻ്റെ ഒരു 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ ഒരു 2.5 ഇഞ്ചായ കാരണം 3, 2.25 അപ്പോൾ കുറച്ചും കൂടിയും കൂട്ടിയിട്ട് തുമ്പ് വിട്ടിട്ടുള്ള ഭാഗം എടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ നീളം അളക്കട്ടോ. നമ്മൾ ആ അളവ് എടുക്കുന്നുണ്ട്, തുമ്പോടക്കനെ കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളവ് 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ യോജിപ്പിച്ചതിനെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒന്നും കൂടി ആ 2 ഇതുപോലെ 2 മടക്കി വെച്ചതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്നും കൂടി അതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 2 ഭാഗത്തേക്ക് വേണ്ടത്. ഈ കട്ടി കുറവുള്ളതൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു കട്ടിയുള്ള കുറച്ച് തുണിയിൽ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലും അടിക്കുമ്പോൾ വെച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ബ്ലൗസിൽ നിന്ന് അളവെടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇത് അടിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം.